വീണ്ടും ശരത് ആലപ്പിയുടെ മിന്നുന്ന പ്രകടനം നമുക്ക് കേൾക്കാം. ശരത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം നമുക്ക് മമ്മൂക്കയുടെ ശബ്ദം. മമ്മൂക്കയുടെ ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ഡയലോഗല്ല. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്. പത്തേമാരി എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളിക്കൽ നാരായണൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. പള്ളിക്കൽ നാരായണൻ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുമ്പോൾ പ്രവാസിയായിട്ടുള്ളൊരു മനുഷ്യന്റെ കഥയാണ്. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. അത്തരത്തിലുള്ള നല്ല മുഹൂർത്തങ്ങളിലൂടെയാണ് സിനിമ പോകുന്നത്. സിനിമയുടെ ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ്. നമുക്കറിയാം, എന്റെ കുടുംബത്തിലുമുണ്ട് പ്രവാസികളായിട്ടുള്ള ആളുകൾ. പ്രവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, മാനസികമായ സംഘർഷങ്ങൾ, വിഷമങ്ങൾ, അതൊക്കെ തന്നെയാണ് സിനിമയിലൂടെ തന്നെ പോകുന്നത്. സിനിമയ്ക്ക് ഒരു അവാർഡ് കിട്ടാത്തതിൽ എനിക്ക് വിഷമമില്ല. കാരണം ഇത്തരത്തിലുള്ള സിനിമകളാണ് ഉണ്ടാവേണ്ടത്. ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ കഴിയുന്ന സംവിധായകരാണ് ഉണ്ടാകേണ്ടതെന്ന് ആത്മാർത്ഥത്തോട് വിശ്വസിക്കുന്നതാണ്. ശരത് ആലപ്പി, സാധാരണ മമ്മൂട്ടി എന്ന നടൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അത് തികച്ചും വളരെ കറക്റ്റായിട്ട് ശരത് അനുകരിച്ചു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനി ആരാണ്? ഇനി നമുക്ക് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു താരമുണ്ട്, രമേഷ് പിഷാരടി. പിഷാരടിയുടെ ശബ്ദം ഞാനൊന്ന് ചെയ്യാം. ഓക്കെ. മുകേഷേട്ടാ, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ബഡായി ബംഗ്ലാവിന്റെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഒരുപാട് സന്തോഷത്തിലൂടെയാണ്. കാരണം ഇന്ന് ഈ എപ്പിസോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് കൊച്ചുകുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു എപ്പിസോഡാണ്. ബഡായി ബംഗ്ലാവിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വളരെ കറക്റ്റാണ് ശരത് ആലപ്പി. രമേഷ് പിഷാരടിയുടെ ശബ്ദം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഇനി ആരുടെ ശബ്ദമാണ്? എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ നോക്കിയപ്പോഴേക്കും നമ്മൾ ഡെയിലി മാധ്യമങ്ങളിൽ കാണുന്ന സരിതാ നായരെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. സരിതാ നായരെ ഞാനൊന്ന്. ഓക്കെ. ഇനി സരിതാ നായരുടെ ശബ്ദം ശരത് അനുകരിക്കാൻ പോകുന്നു. ശരി. എല്ലാ മാധ്യമങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ എന്തായി പറയുന്നത്? കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ ഇവിടെ അനുഭവിച്ച ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയിട്ടില്ലല്ലോ. അന്നില്ലാത്ത മാധ്യമ പ്രവർത്തകർ ഇന്നെവിടെ പോയി? കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ ആരും അത് കാണുന്നില്ല. നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും അല്ല വേണ്ടത്. നിങ്ങൾക്ക് വാർത്തകളാണ് വേണ്ടത്. അതിന് നിങ്ങൾ ഏത് അറ്റം വരെയും പോകുന്നുണ്ട്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാറില്ലല്ലോ. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല. എനിക്കത് ഇവിടെ പറയേണ്ട കാര്യമില്ല. എനിക്കൊരു പ്രൊട്ടക്ഷനാണ് ആവശ്യം. അത് നിങ്ങൾക്ക് തരാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്കത് തരാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. എനിക്കങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഉദ്ദേശമില്ല. രാഷ്ട്രീയമായിട്ട് യാതൊരു ഉദ്ദേശമില്ല എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്റെ പിന്നിൽ ആൾക്കാരുണ്ടാവും. ശരത്തെ മതി. പെട്ടെന്ന് റേഡിയോ ആരെങ്കിലും വെക്കുമ്പോഴേ എപ്പം ടിവിയും റേഡിയോ തുറന്നാലും ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചിലപ്പോൾ പറഞ്ഞു പോകും. കാരണം അത്ര കറക്റ്റായിട്ടാണ് അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ശരത് ആലപ്പിയാണ് സരിതാ നായരുടെ ശബ്ദം അനുകരിച്ചത്. ഇനി നമുക്ക് സരിതയോട് നിത്യവും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോരുത്തരും. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം അതിന് ഉത്തരം പറയണം. അല്ല, കോടതിയിൽ നിങ്ങൾ ഹാജരാകുമെന്ന് കുറെ ദിവസമായിട്ട് പറയുന്നല്ലോ. ഇതുവരെ ഹാജരായിട്ടില്ല. നാളെയെങ്കിലും ഹാജരാകുമോ? നാളെ ഹാജരാകും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് കഴിഞ്ഞപ്പോഴും അറബിക്കടലിലുള്ളതാണെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാകും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇനി ആരെങ്കിലും വെളിപ്പെടുത്താനുണ്ടോ? അത് ഞാൻ ഉടനെ തന്നെ വെളിപ്പെടുത്തും. കാരണം നാളെ ബ്രേക്ക്ഫാസ്റ്റോട് കൂടി ഒരാളെ ഞാൻ വെളിപ്പെടുത്തും. അതിനുശേഷം ലഞ്ചിനോട് കൂടിയിട്ട് ഞാൻ 2 പേരെ വെളിപ്പെടുത്തും. അതുപോലെ തന്നെ ഡിന്നറിന് ശേഷം ഒരു 3 പേരെയും കൂടി വെളിപ്പെടുത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും നാളെ കൊണ്ട് എല്ലാവരും ഞാൻ വെളിപ്പെടുത്താൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഫോണിൽ ഞാനുമായിട്ട് സംസാരിച്ചിട്ട് ആൾക്കാരൊക്കെ എനിക്കറിയാം. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഒരാളെ വെളിപ്പെടുത്താൻ പോവാണ്. ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാൾ, ഇന്ന് കേരളം കണ്ടിട്ടില്ലാത്ത ഒരാളെ ഞാൻ വെളിപ്പെടുത്താൻ പോവാണ്. ഇതുവരെ ലിസ്റ്റിലില്ലാത്ത ആളാണോ? ലിസ്റ്റിലില്ലാത്ത ആളാണ്. അതൊരു സസ്പെൻസ് ആയിരുന്നു. ഇത് രാഷ്ട്രീയമായി യാതൊരു ഉദ്ദേശം എനിക്കില്ല. അതായത് ഞാൻ വെളിപ്പെടുത്താൻ പോവാണ്. അല്ല, വളരെ സീരിയസ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഇതുവഴി തന്നെ വെളിപ്പെടുത്തണം. കാരണം ഇത് ഞങ്ങൾക്ക് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുവഴി തന്നെ വെളിപ്പെടുത്തണം. ആരാണത്? തീർച്ചയായിട്ടും ഞാൻ വെളിപ്പെടുത്താൻ പോവാണ്. ആളുടെ പേര് മറ്റാരുമല്ല. എന്റെ ഫോണിൽ ഏറ്റവും കൂടുതൽ വിളിച്ച് ശല്യം ചെയ്തിരിക്കുന്ന നിങ്ങളാണ്. നിങ്ങളുടെ പേര് നിയാസ് എന്നാണല്ലോ. നിയാസിന്റെ പേരാണ് ഞാനത് വെളിപ്പെടുത്താൻ പോകുന്നത്. മാത്രമല്ല, നിങ്ങൾക്കൊരു സസ്പെൻസ് ഉണ്ട്. ഞാൻ ആ ലെറ്ററിൽ നിങ്ങളുടെ പേര് എഴുതി ചേർക്കാൻ പോവാണ്. അയ്യോ, എന്റെ പേരോ? അതെ. നിങ്ങളാണ് കൂടുതൽ ഞാനായിട്ട് ഫോണിൽ സംസാരിക്കുന്നത്. ശരത് ആലപ്പി ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ശബ്ദം അനുകരിക്കുന്നുണ്ട് എന്ന പേരിൽ ചിലപ്പോൾ ശരത്തിന്റെ പേരിന് വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചു.
ഏഷ്യാനെറ്റ് റേഡിയോ 657 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബേക്ക് ഫൺ നിയാസ് ഈ കുട്ടിക്കൊപ്പം.